പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് രുചികരമായിട്ടുള്ള ഒരു ഹെൽത്തി പലഹാരമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊരു എണ്ണയില്ല പലഹാരമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരത്തെ സ്നാക്കായിട്ടോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. ഉണ്ടാക്കാൻ എളുപ്പവും വളരെ രുചികരവുമാണ് ഇത്. ആവിയിൽ വേവിച്ചാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഒരു പഴുത്ത ഏത്തയ്ക്കായ ആവിയിൽ പുഴുങ്ങി മാറ്റിവെക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്, 3 ഏലയ്ക്ക എന്നിവ ഇടുക. 1 ടീസ്പൂൺ പഞ്ചസാരയും മിക്സിയിലിടുക. ഇത് ഓപ്ഷണലാണ്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് അരയ്ക്കുക. കുറച്ചരഞ്ഞതിന് ശേഷം പുഴുങ്ങിയ നേന്ത്രക്ക കഷ്ണങ്ങൾ കൂടെ ജാറിലിട്ട് നന്നായി അരയ്ക്കുക. ഇതൊരു ബൗളിലേക്ക് മാറ്റുക. കുറച്ച് ഉപ്പിടുക. അതിനുശേഷം 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് നന്നായി ഇളക്കുക. ഇവിടെ ഞാൻ പുട്ടുപൊടിയാണ് എടുത്തത്. കുറച്ച് തരിയുള്ള അരിപ്പൊടി ഈ പലഹാരത്തിന് ഒരു വെറൈറ്റി ടേസ്റ്റ് നൽകും. നിങ്ങൾക്ക് സാധാരണ വറുത്ത അരിപ്പൊടിയും എടുക്കാം. നന്നായി കുഴച്ച് 15 തൊട്ട് അരമണിക്കൂർ വരെ അടച്ചു വെക്കുക. ഉടനെ ഉണ്ടാക്കുകയാണെങ്കിൽ ലേശം ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നന്നായിരിക്കും. ചെറിയ ഉരുളകളാക്കിയോ പരത്തിയോ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. സ്റ്റീമറിൽ വാഴയിലിടുകയോ എണ്ണ പുരട്ടുകയോ ചെയ്യാം. അലങ്കരിക്കുന്നതിനായി ഉണക്കമുന്തിരി ഉപയോഗിക്കാം. അങ്ങനെ 15 മിനിറ്റ് ആവിയിൽ അടച്ചു വെച്ച് വേവിക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായും ടേസ്റ്റിയുമായിട്ടുള്ള പലഹാരം റെഡിയായി. ഇത് കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിടാനും നല്ലതാണ്. ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും നല്ല സോഫ്റ്റായിട്ടിരിക്കും. വളരെ ഹെൽത്തിയാണ്. എണ്ണ ഇവിടെ ഉപയോഗിക്കുന്നേ ഇല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.